പണ്ട് സീതാദേവിയുടെ രാമന്റെ വിവാഹം കഴിഞ്ഞപ്പോൾ കൈകേയി സീതയ്ക്ക് ഗിഫ്റ്റ് കൊടുത്ത കൊട്ടാരമാണ്. ശരിക്കും അവർ പണ്ട് താമസിച്ചിരുന്നു. അന്നിത് മുഴുവൻ ഗോൾഡായിരുന്നു എന്നാണ് പറഞ്ഞു. ഗോൾഡ് വെച്ചുണ്ടാക്കിയതായിരുന്നു. പിന്നെ അത് നശിച്ചു പോയി. രാവണ യുദ്ധം കഴിഞ്ഞ ശേഷം നശിച്ചു കിടന്നു. പിന്നെ ദ്വാപരയുഗത്തിൽ ഇത് ശ്രീകൃഷ്ണൻ ഇത് റീബിൽറ്റ് രണ്ടാമത് ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഇത് നശിച്ചുപോയി. പിന്നെ വിക്രമാദിത്യൻ ഇതിനെ പുനർനിർമ്മിച്ചു എന്ന് പറയുന്നുണ്ട്. വീണ്ടും റിനോവേറ്റ് ചെയ്തു, പരിഷ്കരിച്ചു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവസാനം വൃഷഭാനുകുമരി എന്ന് പറഞ്ഞ ഒരു രാജ്ഞിയാണ് ഇതിനെ ഇപ്പോൾ കാണുന്ന ഈ സ്ട്രക്ചറിലോട്ട് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് റിനോവേറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അന്നത്തെ ഒരു ഗോൾഡൻ ഇതൊക്കെ നശിച്ച് പലരും പോയി. ഇപ്പോൾ ഇതിൽ വെച്ചാൽ അന്ന് സീതയും രാമനെ താമസിച്ചിരുന്ന കൊട്ടാരമായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിൽ സീതൻ ഒരു അമ്പലമായിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിൽ സീതയുടെയും രാമൻ്റെയും വിഗ്രഹങ്ങളുണ്ട്. അത് വളരെ ചെറിയൊരു വിഗ്രഹവും മീഡിയം വലുപ്പമുള്ളതും വലിയ വിഗ്രഹം, ഇങ്ങനെ 3 ടൈപ്പ് സീതയുടെയും രാമൻ്റെയും വിഗ്രഹങ്ങൾ ഇതിലുണ്ട്. ഒരു പണ്ട് ഇത് കൊട്ടാരമായിരുന്നു എന്ന് പറഞ്ഞല്ലോ, ആയിരുന്നു. അപ്പം അതിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇതിന്. ചുറ്റും ഇങ്ങനെ കൊട്ടാരവും നടുക്കൊരു കോർട്ട്യാർഡും ഒക്കെ ഉണ്ട്. ദേവിയുടെ പാദം പതിഞ്ഞ സ്ഥലമാണിത്. ഇവിടെ ഒരു അമ്പലം, എല്ലാവരും ഭക്തിയോടുകൂടി ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ അയോധ്യ ശ്രീരാമ മന്ദിറിൻ്റെ പ്രവേശന കവാടമാണ്. ഇതോടനുബന്ധിച്ച് കുറേ കെട്ടിടങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളിത് പൗത്രമായ, അതായത് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരാണ് പരമമായ ദൈവങ്ങൾ, ത്രിമൂർത്തികൾ. അതിൽ ഈ ലോകം മെയിൻറ്റെയിൻ ചെയ്യുന്ന അവതാരമാണ് വിഷ്ണു. വിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമാണ് ഈ ശ്രീരാമൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അവതാരം. പല ഇതിനോട് ചെറുതും വലുതുമായിട്ടുള്ള കെട്ടിടങ്ങളുണ്ട്. ഈ ഗർഭഗൃഹത്തിൽ തന്നെ ധാരാളം മിനുക്ക് പണികൾ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞാൽ ഇത് അത്രയും കംപ്ലീറ്റഡ് ആവുമോ എന്നറിയില്ല. അപ്പം ഇത് പെട്ടെന്ന് തന്നെ ഈ ഗർഭഗൃഹം സ്ഥാപിച്ച് ശ്രീരാമൻ്റെ പ്രതിഷ്ഠ നടത്തുകയായിരുന്നു. അതുപോലെ അമ്പലം കേട്ടോ, ഇത് ഹനുമാൻ്റെ ഒരു അമ്പലമാണ്. ഗാർഹി ഹനുമാൻ ടെമ്പിള്. ഇതിലോട്ട് 76 സ്റ്റെപ്സ് ഉണ്ട് കയറാൻ. ചെറിയൊരു 6 ഇഞ്ചിൻ്റെ ഹനുമാൻ്റെ വിഗ്രഹമാണ് അകത്തുള്ളത്. തുളസിമാല, വെള്ളി കൊണ്ടുള്ള തുളസിമാലയിൽ രാമൻ എഴുതിയിട്ട് ഹനുമാൻ്റെ കഴുത്തിലുണ്ട് അണിയിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ചുമരുകളിലൊക്കെ ഹനുമാൻ ചാലിസ്.
ഹനുമാൻ ചാലീസയൊക്കെ ഇത് ഇവിടെ ഒരു ശ്രീരാമൻ്റെയും സീതയുടെ ഒരു ചെറിയ അമ്പലമാണ്. ഇതിനോടനുബന്ധിച്ച് ഒരു സത്രം പോലെയുണ്ട്. ഇത് പഴയ അയോധ്യ പാലസിൻ്റെ ഭാഗമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നശിച്ചുപോയ ബിൽഡിങ്ങൊന്നും അത്ര മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ഇതിനകത്ത് രാമൻ്റെയും സീതയുടെയും കല്യാണ സമയത്തുള്ള ഒരു പ്രതിഷ്ഠ പോലെയുണ്ട്. ഈ ഹനുമാൻ്റെ ഇങ്ങനെ ചെറിയ ചെറിയ അമ്പലങ്ങൾ വഴിയിൽ നിരത്തിലൊക്കെ ഉണ്ട് അയോധ്യയിൽ. ഭയങ്കര പുണ്യഭൂമിയായിട്ട്, രാമൻ്റെ ജന്മഭൂമിയാണല്ലോ, വിഷ്ണുവിൻ്റെ അവതാരമായ രാമൻ്റെ ജന്മഭൂമി പുണ്യഭൂമിയായിട്ടാണ് കണക്കാക്കുന്നത്.